ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് രാവിലെ തൊട്ട് ഒരു കണ്ടിന്യൂസ്ലി ഒരു ഫോളിംഗ് മാർക്കറ്റാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു പാറ്റേണിൽ ഞാൻ ട്രേഡ് എടുക്കാത്തതാണ്. സോ എന്നാലും ഇന്നിപ്പം ട്രേഡ് എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇന്ന് വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനിയിപ്പോൾ ഈ ഒരു പാറ്റേൺ സാധാരണയായിട്ട് എപ്പോഴും കണ്ടുവരുന്ന കഴിഞ്ഞ ദിവസമൊക്കെ ഫോം ചെയ്തിരുന്നപ്പോൾ ഞാൻ ട്രേഡ് എടുത്തില്ല. പക്ഷേ അന്നൊക്കെ ഈ പാറ്റേൺ ആക്ച്വലി നല്ലപോലെ വർക്ക് ചെയ്തായിരുന്നു. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമാണ് കൊടുക്കുന്നത്. ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും നമ്മൾ സാധാരണ പ്ലേസ് ചെയ്യുന്ന പോലെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും. 50 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പാറ്റേൺ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചെയ്യാം. ജസ്റ്റ് നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പാറ്റേണിൻ്റെ ഒരു ഫെയിലിയറും കൂടിയാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കണം മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകേണ്ടത്. ചെറിയൊരു ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങി പോകേണ്ടത്. ഒരു 140 ക്വാണ്ടിറ്റി 50 to 200ൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഞാൻ ബൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു ക്വാണ്ടിറ്റി കുറച്ച് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഈ ഒരു പാറ്റേൺ നമുക്ക് അത്രയും ഇതില്ലാത്തൊരു പാറ്റേൺ ആയിരുന്നു. ഇപ്പോൾ ചെറിയൊരു നെഗറ്റീവ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇമീഡിയറ്റ്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് പ്ലേസ് ചെയ്തേക്കാം. 240യും 241മാണ് നമ്മളുടെ ട്രിഗർ വന്നിട്ട് നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് 264.75ലാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 500ൻ്റെ അടുപ്പിച്ച് ഒരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഞാൻ ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അത് എന്ത് പറ്റിയെന്ന് അറിയില്ല, റെക്കോർഡായില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ പിന്നെ അത് റിക്കവർ ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടക്കണില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇന്നലത്തെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആണെങ്കിൽ ഇന്നലത്തെ ട്രേഡ് എടുത്ത റീസണും ഇന്നലെ ട്രേഡ് എടുത്തതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അത് ഓഫ്ലൈനിൽ, കാരണം അത്രയും ഞാൻ സംസാരിച്ച് അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ട്രേഡ് എടുക്കാനുള്ള റീസൺ, ട്രേഡിൽ എൻട്രി എടുത്തത് ഏത് സ്ട്രൈക്ക് പ്രൈസാണ് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ആയിരുന്നു അത്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് 0യിൽ കിടക്കുന്നത്, മീൻസ് വീഡിയോ റെക്കോർഡ് ആവാത്തത്. പിന്നെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പിന്നെ റിക്കവർ ആക്കാനൊക്കെ നോക്കിയിട്ടൊന്നും നടന്നില്ല. പിന്നെ അതാണ് ഇന്നലെ ഡ്രോപ്പ് ചെയ്തത്. അതാണ് ഇന്നലത്തെ വീഡിയോയുടെ അപ്ഡേറ്റ്. ഇപ്പം നമ്മൾ പറയാനുള്ളത് 50 to 200ൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. 140 ക്വാണ്ടിറ്റി ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയത് 264.75ലാണ്. നമുക്ക് ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ചെറിയൊരു പാറ്റേൺ ഫോമായി ആ ഒരു പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിൽ എൻട്രി എടുത്തത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം. ഒന്ന് നമ്മൾ ഈ പാറ്റേണിൽ അങ്ങനെ റെഗുലർലി ട്രേഡ് എടുക്കാത്തതാണ്. പക്ഷേ 1-2 ദിവസം മുന്നേ 2 പ്രാവശ്യം ഈ പാറ്റേൺ ഫോം ആയപ്പോഴും മാർക്കറ്റ് ഈ പാറ്റേണിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പാറ്റേൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ആ ഒരു പാറ്റേൺ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നറിയില്ല. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നിങ്ങളും കൂടെ ആ ഒരു പാറ്റേണിനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, കോസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഇനി ലോസ് വരുവാണെങ്കിൽ, ലോസ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ലോയെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. S1 എന്ന് പറഞ്ഞിട്ട് റെസിസ്റ്റൻസ് ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പാറ്റേൺ വെച്ചിട്ടാണ് ട്രേഡ് എടുത്തെങ്കിൽ കൂടി ഒരുപാട് പേര് ഇതല്ലാതെ ട്രേഡ് എടുത്തവരുണ്ടാവും. ഈ പാറ്റേണിനെ ബേസ് ചെയ്തല്ലാതെ പ്രീവിയസ് ഡേ ലോയെ ബ്രേക്ക് ചെയ്തു, S1 റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇനി മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഡൗൺഫോൾ ആയിരിക്കും എന്ന് വിചാരിച്ച് ഒരുപാട് പേര് ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന പോലെ ജസ്റ്റ് അപ്പർ സൈഡിലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്യാൻ മാർക്കറ്റ് ചാൻസസ് ഉള്ളതുകൊണ്ട് അതാണ് ഈ ഒരു ട്രേഡിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് ഉള്ളത്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡേഴ്സ്, ഞാൻ ഈ പാറ്റേൺ ഒന്ന് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ നിങ്ങൾ ക്ലോസ്ലി ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് രാവിലെ തുടങ്ങിയതിന് ശേഷം കണ്ടിന്യൂസ് ഫോൾ ആയിരുന്നു. കണ്ടിന്യൂസ് ഫോളിന് ശേഷം ചെറിയൊരു റിട്രേസ്മെൻറ്റ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഫോൾ ചെയ്യുന്ന റെഡിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോളായിട്ടും റിട്രേസ്മെൻറ്റിനെ ഒരു ഫ്ലാഗ് ആയിട്ടും വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഗ് ആൻഡ് പോൾ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ആ ഒരു പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ഞാൻ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ഞാൻ ആ ഫ്ലാഗ് ആൻഡ് പോളിൻ്റെ ബ്രേക്ക് ഔട്ടിന് ശേഷം, ആ ബ്രേക്ക് ഔട്ടാണ് ഞാൻ ആ ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത്. ബ്രേക്ക് ഔട്ടിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഞാൻ ട്രേഡിൽ എൻട്രി എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ റീടെസ്റ്റ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും മാർക്കറ്റിൽ അപ്പർ സൈഡിൽ അവൈലബിൾ ആണ്. നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്, കണ്ടിന്യൂസ്ലി ഇനി അപ്പ് സൈഡ് ആണോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങുന്നതായിരിക്കും. ഈ ഒരു പാറ്റേണും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള പാറ്റേണുകൾ മാർക്കറ്റിൽ അത്യാവശ്യം ഞാൻ അങ്ങനെ റെഗുലർലി ഈ ഒരു പാറ്റേണിൽ ട്രേഡ് എടുക്കാറില്ല. ഈ ഒരു പാറ്റേണിൽ റെഗുലർലി മാർക്കറ്റ് റെസ്പെക്റ്റ്
ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഇപ്പം ഇനി അല്ല ഇത് ഫെയിലിയർ ആവുകയാണെങ്കിൽ നമ്മളുടെ 50 പോയിൻറ്റ്സ് ജസ്റ്റ് ഈ ഒരു പാറ്റേണിൻ്റെ ഫെയിലിയറിൻ്റെ മേളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങിപ്പോവും. ഇനി അല്ല കണ്ടിന്യൂസ്ലി ഡൗൺഫോൾ ആണെങ്കിൽ വലിയൊരു ഗ്രീറ്റ്നസ് ഒന്നും കാണിക്കില്ല. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് നമ്മൾ പ്ലേസ് ചെയ്യും. ആ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് എത്തുമ്പോൾ മാർക്കറ്റ് നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഏതായാലും ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇനി ഏതെങ്കിലും ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് അടുത്തൊരു ട്രേഡിൽ ഞാൻ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണ്. ഞാൻ എടുത്തത് ഒരു കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ലോ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരിക. ഏകദേശം ഒരു 80 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 പോയിൻറ്റ്സ് ആയിരിക്കത്തില്ല. ഫസ്റ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തത്. ഇതിൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ഹൈ ആയിരിക്കും. മാർക്കറ്റിൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം 350 360 നമുക്കൊരു 367 370 അടുപ്പിച്ച് നമ്മളുടെ ടാർഗറ്റിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഏതായാലും മാർക്കറ്റ് ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലിൽ തന്നെയാണ് നമ്മളുടെ എൻട്രി ഞാൻ എടുത്തത്. ജസ്റ്റ് എക്സാക്ട്ലി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്കും നമ്മൾ മാർക്ക് ചെയ്തിരുന്ന പോയിൻ്റ് എത്തി. അവിടെ വെച്ച് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ഇപ്പം ചെറുതായിട്ട് താഴത്തോട്ട് മാർക്കറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് തോന്നുന്നത്. സോ നമ്മൾ ബൈ ചെയ്തിരിക്കുന്ന 55-200ൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. 105 ക്വാണ്ടിറ്റി. ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് നമുക്ക് കിട്ടിയത് 446.70 നമുക്ക് റിസ്ക് എടുക്കേണ്ട 80 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രീമിയം വൈസ് 40 പോയിൻറ്റ്സ് ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. കാരണം മാർക്കറ്റ് നമ്മളുടെ പോയിൻറ്റും കഴിഞ്ഞൊരു താഴത്തോട്ട് മാർക്കറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും 407 ഇന്നത്തെ ലോ ആയിരിക്കും. ഡേ ലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കുന്നത്. 408 407ഉം 408ഉം ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിയുവാണെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യുന്നില്ല. കാരണം ഏകദേശം ഒരു 130-135 പോയിൻറ്റ്സിൻ്റെ അടുത്താണ് ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പം ഒരു 370 അല്ലെങ്കിൽ ഒരു 360 വരെ. ഡേ ഹൈ എന്ന് പറയുന്നത് 367 ആണ്. ഒന്നല്ലെങ്കിൽ 360. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 365 വയ്ക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത് എക്സാക്ട്ലി ഡേ ലോയിൽ ചെറിയൊരു ബഫർ കൊടുത്ത് വച്ചിട്ടുണ്ട്. കാരണം ഒരു സ്പൈക്കോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി മേളിലേക്ക് പോകാൻ നിൽക്കണ്ടല്ലോ. ഓക്കെ, എനിവൈസ് മാർക്കറ്റിൻ്റെ ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസും കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഏരിയ ഓഫ് ടേക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്ത ഏരിയയുടെ താഴത്താണ് മാർക്കറ്റിൻ്റെ ക്ലോസ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല. മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇന്നത്തെ ഡേ ഹൈയിൽ നമ്മളുടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ലോസിനെ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2500 അടുപ്പിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക്